ഷാനിക്ക ഓ പറയൂ, എത്ര വർഷത്തെ ബന്ധമാണ്? നൂൽബന്ധം. ഞങ്ങള് തമ്മില് ഒരുപാട് ബന്ധം ഉണ്ട്. ഒരുപാട് കഥകൾ എന്റെ അങ്ങ് കേട്ടിട്ടുണ്ട്. എന്റെ കഥകൾ അവളും കേട്ടിട്ടുണ്ട്. അതാണ് ഞങ്ങൾക്ക് വേണ്ടത് ചേച്ചി. ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ അതൊന്നും ഇവിടെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അതെ അതെ, പ്രത്യേകിച്ച് കുട്ടികളുടെ ജൂനിയേഴ്സ് ആയത് അതുകൊണ്ട്. ചേച്ചി ചെറിയൊരെണ്ണം, ഈ ഫ്ലോറിന് പറ്റിയ ചെറിയൊരു കഥ പൊട്ടിക്കാമോ? ഞങ്ങൾക്ക് എന്നേക്കുമായി അത് പറഞ്ഞിരിക്കാൻ ദുബായിലെ സ്റ്റോറി പറയട്ടെടാ. നീയും ഞാനും ജേക്സും മമ്മിയൊക്കെ കൂടി കാപ്പി കുടിക്കാൻ പോയി കഥ. അത് പറഞ്ഞു. അതൊരു സിമ്പിൾ ലൈറ്റ് കഥയാണ്. നമ്മള് ദുബായില് എനിക്ക് തോന്നുന്നു ഏതോ ജിമ്മയാണോന്ന് എനിക്കറിയില്ല, ഏതൊരു അവാർഡ് ഷോന് കുറെ മുമ്പ് നമ്മള് പോയി. അപ്പം ഇവനാണോ ജേക്സിനാണോ അറിയില്ല, കാപ്പി കുടിക്കണം അവർക്ക് പുറത്തിറങ്ങിയിട്ട് ദുബായില്. ശരി എന്ന് പറഞ്ഞിട്ട് ഞാന്, മമ്മി, ഷാന്, ജേക്സ് നമ്മളെല്ലാരും കൂടിയിട്ട് പോയി പുറത്ത്. കുറെ ഇങ്ങനെ നടന്നപ്പം ഒരു സ്ഥലം കണ്ട്. അപ്പൊ ഇവർക്ക് ഒറ്റ കോഫി ഒന്നും റെസ്റ്റോറന്റ് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി മുന്നോട്ട് ഇപ്പം ഒരു കടേന്റെ പുറത്ത് മാത്രം നല്ല ഭംഗിയുള്ള കുറച്ച് അറബിക് സ്ത്രീകളൊക്കെ നിൽക്കുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആൾക്കാർ. അത് കണ്ടപ്പോ ഉടനെ ഷാനൊരു ചെറിയ സൈഡ് വരും, ഇവിടെ നല്ല കാപ്പി കിട്ടും. ഞാൻ പറഞ്ഞു ഇവിടെ കാപ്പി കിട്ടുമെന്നുണ്ട്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്ഥലം തോന്നുന്നു. ഇല്ലടി വാ നമുക്ക് കാപ്പിയല്ലേ. പോയാലും എത്ര ദിർഹംസ് ആവും. നമ്മള് 4 കാപ്പിയൊക്കെ ഓർഡർ ചെയ്തിരിക്കുമ്പോ ആദ്യം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ചുറ്റിലും നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു പെൺകുട്ടി ഒരു ബോള് നിറച്ച് നട്ട്സ് ആയിട്ട് വന്ന്. നമ്മളെ കയ്യിൽ ആകെ ദിറംസ് ആരുടെ കയ്യിൽ ഇല്ലല്ലോ, നമ്മളെ കയ്യിൽ എത്ര ഒരു 10-15 ദിറംസ് ആയിട്ട് ഉണ്ടാവുള്ളൂ തോന്നുന്നു. നട്ട് കൊണ്ട് വെച്ചപ്പോഴത്തേക്ക് എല്ലാവരും ആക്രാന്തത്തോടെ എടുത്ത് തിന്നാൻ തുടങ്ങിയപ്പോ എനിക്കൊരു ചെറിയ ഡൗട്ട്, നമ്മൾ ഓർഡർ ചെയ്യാത്തതാ, ഇത് കുറച്ചെന്തോ പണി വരാൻ സാധ്യതയുണ്ട്. അതിനും പൈസയായി. കാപ്പയും കൂടി കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കോർഡിനേറ്റേഴ്സിനെ വിളിക്കേണ്ടി വരും, നിങ്ങൾ കുറച്ച് ഡിറംസ് ഇവിടെ കൊണ്ടുതരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അതായി സീന്. അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര പോഷ് 4 കാപ്പി അതോടുകൂടി അവന്റെ കാപ്പി കുടീന്റെ ആ ഒരു ആഗ്രഹം അന്നത്തോട് പിന്നെ ചായ മാത്രം. എന്നേക്ക് ഇവിടെ വില അവിടെ പോയപ്പോഴേക്കും ദുബായത്തെ കാപ്പി കുടിക്കാണ്ട് അവനൊരു സുഖം. അപ്പൊ പ്രൊഡക്ഷൻ ഇനി കുറച്ച് അറബിക് കോഫി ഉണ്ടാക്കാൻ പഠിച്ചോളൂ. നമുക്ക് ഷാനിക്ക് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് അറബിക് കോഫി കൊടുക്കാം. ഓക്കെ ഹരിച്ചേട്ടാ. Oh, welcome dear performer Saya. Who was telling me this? ഹരി ഞാനും കൂടി ഒരുപാട് ഷോസ് ചെയ്യാറുണ്ട് ആക്ച്വലി. ഞാൻ മൂപ്പറ എനർജറ്റിക് പെർഫോമൻസ് കണ്ടിട്ട് ഞാൻ സ്തബ്ധയായിട്ട് നിൽക്കാറുണ്ട്. ഞാൻ എൻ്റെ ഇടയ്ക്ക് വെച്ചു, നീ എങ്ങനെയാ ഇങ്ങനെ പെർഫോം ചെയ്യുന്നത്? കാരണം കണ്ടിന്യൂസ്ലി ഒരു 10-12 സോങ്സ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക അവൻ. ഭയങ്കര അടിപൊളി തന്നെ ചെയ്യാം. ഞങ്ങള് ശരിക്കും ഞാനും ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട്. സായയും ഞാനും ഇപ്പൊ കുറെ ഷോസ് അടുപ്പിച്ച് ചെയ്യുന്നുണ്ട്. സായ വരുമ്പോ തന്നെ എനിക്കറിയാം ഷോ സക്സസ് ആണ്. അതെ, നമ്മളൊരു ഗോൾ അങ്ങോട്ട് കൊടുക്കുകയാണ്. ആ ബോൾ അങ്ങനെ അവള് പെർഫോം ചെയ്ത് ആ സമയം അങ്ങ് മാസീവ് ആക്കും. എത്ര ആ ഓഡിയൻസിനെ കയ്യിലെടുക്കാവോ, ആ ലിമിറ്റഡ് ടൈം ആണെങ്കിലും പുള്ളിക്കാരി കയറുമ്പോ വേറൊരു വൈബാണ്. Thank you so much for saying that, Hari. I'm so touched.